Hi, welcome back Tripmallu. ഷമീറാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. പോയാൽ നിങ്ങൾക്ക് സുവനീർ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റും. നേരെ മുന്നിൽ കാണുന്നതാണ് പാർക്കിംഗ്. അതിൻ്റെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കരകൗശല വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങാനുള്ള ഒരുപാട് കടകളുണ്ട്. നമുക്ക് ഡാമിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫിഷിങ്, നീന്തൽ, ഇതൊക്കെ നിരോധിച്ചേക്കുന്നതാണ്. അതൊക്കെ ഡേഞ്ചർ ആയതുകൊണ്ട് അതൊക്കെ നിരോധിച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇറങ്ങി കാണാൻ ബോട്ടിങ്ങിന് ചെയ്യുന്നവർ. ഇതുപോലെ ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മൾ കയറി കരയിലേക്ക് കൂടി നമ്മൾ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ കുറച്ച് മുന്നോട്ട് പോയി അവിടെ ബോട്ടിങ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 1-2 ബോട്ടുകളൊക്കെ ഉണ്ടോ, ഫാൻസിയോ ടോയ്സോ അങ്ങനെയുള്ള എന്ത് ഐറ്റം കിട്ടുന്നതും. രണ്ട് സൈഡും ഒരുപാട് കടകളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം എല്ലാ ഭാഗത്തും കടകളുണ്ട്. എല്ലാ സ്പോട്ടിലും കടകളുണ്ട്. ഇപ്പോൾ എക്കോ പോയിന്റിലായാലും എല്ലായിടത്തും കടകൾ ഇതുപോലെ ഉണ്ട്. ഇത് ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ഇത് പാർക്കിങ്ങിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത്. അതിൻ്റെ രണ്ട് സൈഡും കടകൾ തന്നെയാണ്. അപ്പോൾ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ 10 രൂപയാണ് ഫീസുള്ളത്. അതുപോലെ വലിയ വണ്ടിക്ക് ഞാൻ നേരത്തെ ബോർഡിൽ ഫസ്റ്റ് നിങ്ങൾ ആ ബോർഡ് കണ്ടതിൽ കാണും വലിയ വണ്ടിയുടെ പാർക്കിംഗ് ഫീസ്. കുറച്ച് മുന്നോട്ടാണ്. ഇപ്പോൾ ഈ കടയും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ട്രാവലർ, ബസ് പോലെയുള്ള വലിയ വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഉണ്ട്. അതുപോലെ ഇത് മൂന്നാറിലെ പാർട്ട് 9 വീഡിയോയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 8 പാർട്ട് മൂന്നാറിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിലെ വീഡിയോ കാണാൻ പറ്റും. ബാക്കിയുള്ള 8 വീഡിയോയും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബോട്ടിംഗ് സെൻറ്ററിലേക്ക് പോകാം. ഇതാണ് സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ റോഡിലേക്ക് കുറച്ച് മുന്നോട്ട് വന്ന് നമുക്ക് കിട്ടുന്നതാണ് സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ. ഇവിടെ പാർക്കിംഗ് ഫീസ് 2 വീലർ 10 രൂപ, 4 വീലർ 30 രൂപ, അങ്ങനെ പാർക്കിംഗ് ഫീസ് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ബോട്ടിംഗ് സെൻറ്ററിലേക്ക് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാർക്ക് 30, കുട്ടികൾക്ക് 15 രൂപയാണ്. അപ്പോൾ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ബാത്റൂം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അകത്ത് പോയി ബോട്ട് ചെയ്യുന്നവർക്ക് ബോട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു തീം പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു തീം പാർക്ക് വരുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കെല്ലാമായിട്ടൊരു പാർക്കും അതിൻ്റെ കാഴ്ചകൾ ഞാൻ ഇതിൻ്റെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 2 തരം ബോട്ടിംഗ് ആണ് ഉള്ളത്. ഇതിൽ ഒന്ന് സ്ലോ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഹെഡ് 200 രൂപ, 150 രൂപയാണോ 200 രൂപയാണോ എന്ന് അറിയില്ല, മറന്നു. അപ്പോൾ അത് 30 പേരായാലാണ് പോവുക. പിന്നെ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, 4 പേർക്ക് പോകാം, 900 രൂപ. അതുപോലെ ഇതിനകത്തൊരു പാർക്കുണ്ട്, 400 രൂപയാണ് നമുക്ക് എൻട്രൻസ് ഫീ വരുന്നത്. പിന്നെ കുട്ടികൾക്ക് 250 രൂപയും, ഫാമിലി കോംബോ പാക്ക് 4 പേർക്ക് 1200 രൂപ. അപ്പോൾ അതിലെന്തൊക്കെയോ ആക്ടിവിറ്റി ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കയറാത്തത് കൊണ്ട് നിന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ബോട്ടിംഗ് സെൻറ്ററിൻ്റെ കാഴ്ചയാണ്. ഇതാണ് കൗബോയ്. ഇവിടെയുള്ള ഞാൻ പറഞ്ഞൊരു പാർക്ക്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഇവിടെയുള്ള ആക്ടിവിറ്റി എല്ലാം ഇവിടെ ആ ബോർഡിലുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ അകത്തോട്ട്. ഞാൻ അകത്ത് കയറാത്തതുകൊണ്ട് പുറത്തുനിന്ന് എടുത്തതാണ്. ആകാശത്തൊട്ടി, റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ അഡ്വഞ്ചർ, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അതിൽ. അപ്പം അതിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് എക്കോ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എക്കോ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എക്കോ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ആ എക്കോ പോയിൻറ്റിൽ നമുക്കിവിടെ ഇഷ്ടം പോലെ സുവനീർ കടകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. പിന്നെ എക്കോ വരുന്നതായിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഞാനൊന്ന് സൗണ്ടൊക്കെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് വലിയ എക്കോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി സീനറികൾ. വെള്ളമൊക്കെ ഒരുപാട് കുറവാണ്. ഇപ്പോൾ ഈ ഡ്രൈ ഏപ്രിൽ പകുതിയോട് കൂടിയല്ലേ ഉള്ളത്. നല്ല ഡ്രൈ ഉള്ള സമയമാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ ഒരുപാട് കുറവാണ്.
ഇവിടെ പാർക്കിംഗ് ഫീയും കാര്യങ്ങളൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാവരും പാർക്ക് ചെയ്തേക്കുന്നത്. വലിയ വണ്ടിയും ചെറിയ വണ്ടിയും ഒക്കെ പാർക്ക് ചെയ്തേക്കുന്നത് റോഡ് സൈഡിൽ തന്നെയാണ്. ഇതാണ് നമുക്ക് എക്കോ പോയിന്റിൽ നിന്ന് കുറച്ച് താഴോട്ട് പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളത്. ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു 20 രൂപയാണ് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നും. ഇപ്പോൾ ഇവിടെ നിലവിൽ ബോട്ടിങ്ങൊന്നും കാണുന്നില്ല. മുമ്പ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല മനോഹരമായൊരു സ്ഥലം. ഈ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അടുത്തത് നമുക്ക് കുണ്ടല ഡാം അങ്ങോട്ടുള്ള കാഴ്ച ടോപ്പ് സ്റ്റേഷനൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് നമ്മളെ എക്കോ പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹൈ വാ.